ബിഗ് ബോസ് മലയാളം സീസണോടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഓരോ സീസണും വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സീസൺ 7നെ കുറിച്ച് പലരും ഉയരുന്ന പ്രധാന ആശങ്ക TRP ഒരാഴ്ചയിലും കുറഞ്ഞു വരുന്നത് എന്നാണ്. ഓഗസ്റ്റ് 3-ന് മോഹൻലാൽ അവതരിപ്പിച്ച് ആരംഭിച്ച ഈ സീസണിന്റെ ലോഞ്ച് എപ്പിസോഡ് 15.3 TRP നേടി റെക്കോർഡുകൾ സൃഷ്ടിച്ചെങ്കിലും പിന്നീടുള്ള ആഴ്ചകളുടെ റേറ്റിംഗ് ക്രമേണ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ സീസൺ 6ന്റെ ഈ സമയത്ത് 13 അല്ലെങ്കിൽ 14 TRP ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10-ന് താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. ഇത് സീസണിന്റെ ഭാവിയെക്കുറിച്ച് പ്രേക്ഷകരിൽ നിന്ന് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അവസാന സീസൺ 5-ലെ പോലെ ചുമ്മാ ഓടിത്തീർക്കാനെന്ന് അവർ ചോദിക്കുന്നു. സീസൺ 7ന്റെ TRP കുറയ്ക്കുന്നതിന് പല ഘടകങ്ങളും കാരണമാകുന്നുവെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായും കണ്ടന്റുകളുടെ തിരഞ്ഞെടുപ്പും പാളികളും ആകർഷകമായ വീക്ക്ലി ടാസ്കിന് അഭാവവുമാണ് ഇതിനു പിന്നിൽ. സീസൺ 6-ൽ ജിൻഡോ പോലുള്ള ആദ്യ മാസത്തിൽ തന്നെ 2-3 ടാസ്കുകൾ ജയിച്ച് മികച്ച കണ്ടന്റുകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ സീസണിൽ അനുമോൾ പോലുള്ള കണ്ടസ്റ്റന്റുകൾ ടാസ്കുകളിൽ ആദ്യഘട്ടത്തിൽ പോലും സെലക്ട് ആവുന്നില്ല. അനുമോൾ അറിയപ്പെടുന്ന നടിയാണെങ്കിലും ഹൗസിൽ കൂടുതലും സദാചാരവും ക്യൂട്ട്നെസ്സും മാത്രം പ്രകടിപ്പിക്കുന്നതായി തോന്നുന്നു. ഇത് പ്രേക്ഷകരെ ആകർഷിക്കുന്നുമില്ല. അടുത്തിടെ അനുമോൾ ആര്യനെയും ഗസലിനെയും കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർത്തിയത് വിവാദമായെങ്കിലും അത് ചീപ്പ് ഗെയിം സ്ട്രാറ്റജി എന്ന് വിമർശിക്കപ്പെടുന്നതും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ യൂട്യൂബ് പ്രൊമോകൾക്ക് വ്യൂസ് കുറയുന്നതും മറ്റൊരു സൂചനയാണ്. സാധാരണയായി ലക്ഷക്കണക്കിന് വ്യൂസ് എറിയുന്ന പ്രൊമോകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് മാത്രമാണ് ചില അനക്കം സൃഷ്ടിക്കുന്നത്. സീസൺ 6ന്റെ വിജയം ആകെ 2.7 കോടി വ്യൂവേഴ്സ്, ക്യാൻ ഫിനാലെ റെക്കോർഡ് റേറ്റിംഗും ടാസ്കുകളുടെ ആകർഷണീയതയും വിവാദങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്നാൽ സീസൺ 7 ടാസ്കുകൾ ബോറടിപ്പിക്കുന്നതും കണ്ടസ്റ്റന്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനും ദുർബലമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പണിംഗ് വീക്കെൻഡിൽ 12.6 കോടി മിനിറ്റുകൾ വാച്ച് ടൈം നേടിയെങ്കിലും പിന്നീടുള്ള എപ്പിസോഡ് ബോറടിപ്പിക്കുന്നു എന്ന് പലരും പരാതി നൽകുന്നു. ഞാൻ തന്നെ എൻ്റെ ഇപ്പോൾ എപ്പിസോഡ് നേരിട്ട് കാണാറില്ല. കാരണം അത്രമാത്രം പുവറാണ്. സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഡിസ്ട്രക്ഷൻ കുറവാണ്. പ്രൊമോകൾക്ക് വ്യൂ കുറഞ്ഞുവെന്നും നമ്മൾ പറയുന്നു. എന്നാൽ സീസൺ 7 ഫ്ലോപ്പാണോ ഇല്ലയോ എന്ന് എൻ്റെ അഭിപ്രായം. ആദ്യ ആഴ്ചയിൽ ഹൈപ്പ് സൂചിപ്പിച്ചിരുന്നു. നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ തിരിച്ചു വരാം. എന്നാൽ കൂടുതൽ ആകർഷണീയമായ ടാസ്കുകൾ, വിവാദങ്ങൾ, ഗസ്റ്റ് അപ്പിയറൻസ് എന്നിവയിലൂടെ റേറ്റിംഗ് ഉയർത്താം. കഴിഞ്ഞ സീസണിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രൊഡക്ഷൻ ടീം മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലതെന്ന് പ്രേക്ഷകരും കൂട്ടിച്ചേർക്കുന്നു.